ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അച്ഛന്റെ അവസ്ഥ അറിഞ്ഞപ്പോ ജഗൻ അറിയാം മോളെ, എന്റെ സ്വന്തം ആൺമക്കൾക്ക് തോന്നാത്തതാ ഈ നിൽക്കുന്ന ജഗന് തോന്നിയത്. ആണുങ്ങളെ പോലെ ചെന്ന് ചോദിക്കും മനുഷ്യ ആ പൈസ. ഞാനും വരാം, വാ ഇങ്ങോട്ടെത്തും. എപ്പോഴെത്തി? ഞാനിപ്പോ വന്നേ ഉള്ളൂ മോനെ. ഓ, ഇളയമോക്ക് വിശേഷമുണ്ടേ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുടുംബ പൂജ നടത്തുന്നുണ്ട്. ഓ, അതായിരുന്ന കാര്യം. അപ്പോ മരുമോനോട് പണം ചോദിച്ചു വന്നതായിരിക്കും. ഞാൻ പറയുന്നുണ്ട്, വിഷമമൊന്നും തോന്നരുത്. കയ്യിൽ പണമില്ലെങ്കിൽ ഈ പൂജയും അല്ലറ ചില്ലറ പരിപാടിയൊക്കെ അങ്ങ് ഒഴിവാക്കിക്കൂടെ? അല്ല, മോൻ എന്താ പറഞ്ഞു വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവാത്തതാണോ അതോ മനസ്സിലാകാത്ത പോലെ നടിക്കുന്നതാണോ? പലിശക്കാര് കൊണ്ടുപോയ നിങ്ങളുടെ ഓട്ടോ എടുത്തു തരാൻ ജഗൻ അവർക്ക് കൊടുത്ത പണത്തിന്റെ കാര്യമാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അത് എപ്പ എനിക്ക് തരും? അച്ഛന് കൊടുക്കാൻ ഒരു കോൺട്രാക്ടർ കൊണ്ടുവന്ന പണമാ അവനടുത്ത് ഓട്ടോയ്ക്ക് അടച്ചത്. അല്ലാതെ നയാ പൈസ വരുമാനമില്ലാതെ നടക്കുന്നവൻ ഇത്രയും പൈസ കൊണ്ട് അടയ്ക്കുമ്പോ അതെങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചൂടെ? അപ്പോ നിങ്ങൾക്ക് അതൊന്നുമല്ല പ്രശ്നം. കട്ടിട്ടാണെങ്കിലും മോഷ്ടിച്ചിട്ടാണെങ്കിലും കാര്യം നടക്കണം. അല്ല, ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അല്ലേലും ഇവിടെ നടക്കുന്നതൊന്നും അറിയാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. നിങ്ങളുടെ പുന്നാര മോളില്ലേ വന്ദന, അവൾ അച്ഛന് പാലില് വിഷം കലർത്തി കൊടുത്തു. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. എന്റെ അച്ഛനെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയവളാ നിങ്ങളുടെ മോള്. അച്ഛന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അവളെ ഞാൻ പച്ചയ്ക്ക് കത്തിച്ചേനെ. മതി. ഒരു കള്ളം 100 തവണ പറഞ്ഞെന്ന് വെച്ച് അത് സത്യാവില്ല. ഇങ്ങനെ ഭാര്യയുടെ വാക്കും കേട്ട് നട്ടാക്കുരുക്കാത്ത കള്ളത്തരങ്ങൾ വിളിച്ചു പറയാൻ നാണമില്ലേ എന്റെ ഏട്ടന്? എന്താ മോളെ ഇതൊക്കെ? ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും എന്റെ കുഞ്ഞിന് എന്നും പഴിയാണല്ലോ ഭഗവാനെ. അച്ഛൻ വിഷമിക്കണ്ട, എനിക്കിപ്പോ ഇതൊന്നും ഒരു പ്രശ്നമല്ല അച്ഛൻ. ഇല്ലാത്തതും പൊല്ലാത്തതും കേട്ടും അനുഭവിച്ചും ഇപ്പോ അതൊരു ശീലമായി മാറി. കുറുപ്പ് സാറേ, ക്ഷമിക്കണം. ജയകൻ എന്റെ ഓട്ടോ തിരികെ എടുത്ത് തന്നത് കുറുപ്പ് സാറിന്റെ പൈസ എടുത്ത് മറിച്ചിട്ടാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ഞാനും അതെ. എനിക്ക് കുറുപ്പ് സാറ് കുറച്ച് സാവകാശം തരണം. ഞാൻ ആ കാശ് തിരികെ തന്നോളാം. അതിന്റെ പേരിൽ ഇനിയൊരു പ്രശ്നം ഉണ്ടാവരുത്.
നമസ്കാരം. ആ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. മോളെ, നീ അച്ഛന് ചായ കൊടുക്ക. അയ്യോ വേണ്ട, ഒന്നും വേണ്ട. പേടിക്കാതെ കുടിക്കാം. ഞങ്ങൾ ആരും ആർക്കും വിഷം കലർത്തി കൊടുക്കാറൊന്നും ഇല്ല. എന്റെ മോള് അത് ചെയ്യില്ല. മോളെ ഹരിതേ, മനോജ് പാവ, അവന് കുറച്ച് ഉത്തരവാദിത്ത കുറവുണ്ടെന്നേ ഉള്ളൂ. മോള് വിചാരിച്ച അത് മാറ്റിയെടുത്ത് അവനെ നേരെയാക്കി കൊണ്ടുവരാൻ പറ്റും. പരസ്പരമുള്ള വിട്ടുവീഴ്ചയാണ് മോളെ കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനം. ബുധനാഴ്ചയാണ് കുടുംബ ഐശ്വര്യ പൂജ. എല്ലാരും ക്ഷണിക്കുക, എല്ലാരും വരണം. ആദ്യം തട്ടിയെടുത്ത് 2 ലക്ഷം രൂപ വയ്ക്കടോ, എന്നിട്ട് നടത്ത് പൂജയും മാങ്ങാത്തലിയൊക്കെ. ഏട്ടാ, സംസാരിക്കുന്നതിന് ഒരു മര്യാദയൊക്കെ ഉണ്ട്. അതിന്റെ പരിധി വിട്ട് പോയാ ഏട്ടനാണെന്നൊന്നും നോക്കിന്ന് വരില്ല ഞാൻ. എന്തിനാണ് നീ എന്നെ? മതി, വല്ലവന് വേണ്ടി തമ്മി തല്ലുന്നു. വേറെ പണിയൊന്നുമില്ലടാ നിനക്ക്. പൈസ തീർച്ചയായിട്ടും തിരിച്ചു തന്നിരിക്കും കുറുപ്പ് സാറേ. ഇത് മാധവൻ നായരുടെ വാക്കാ. പോട്ടെ. മാധവൻ നായരുടെ വാക്കും പഴയ ചാക്കൊക്കെ ഒരുപോലെയാ. അച്ഛാ, അച്ഛാ, എല്ലാത്തിനും സോറി. മോനെ, നിന്റെ നല്ല മനസ്സ് കാണാഞ്ഞിട്ടല്ല. ഇത് വേണ്ടിയിരുന്നില്ല. കുറുപ്പ് സാറിന്റെ പണമെടുത്ത് എന്റെ ഓട്ടോ, അത് പാടില്ലായിരുന്നു മോനെ. അച്ഛന്റെ അവസ്ഥ അറിഞ്ഞപ്പോ ജഗൻ. അറിയാം മോളെ, എന്റെ സ്വന്തം ആൺമക്കൾക്ക് തോന്നാത്തതാ ഈ നിൽക്കുന്ന ജഗന് തോന്നിയത്.